പ്രിയപ്പെട്ടവരെ, നാം കഴിഞ്ഞ ഒക്ടോബർ 1 മുതൽ 7 വരെ റോസറി വാർ കഴിഞ്ഞു. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നവരുണ്ട്. ചിലരൊക്കെ അന്നെടുത്ത കമ്മിറ്റ്മെൻറ്റ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരോട് മാതാവിൻ്റെ സഭയിലുള്ള ഇടപെടൽ വീണ്ടും ഒരിക്കൽ കൂടി നമുക്കൊന്ന് ചിന്തിക്കുവാനും ഇന്ന് അമ്മയുടെ സാന്നിധ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും കർത്താവ് നമുക്ക് കൃപ തരും. നമുക്കൊരുമിച്ച് സഭയുടെ ഉണർവിന് മറിയം എത്രമാത്രം സഹായകമായി എന്ന് നമ്മൾ കാണാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, സഭയുടെ ഉണർവിന് സഹായകമാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു പെന്തക്കോസ്താനുഭവം തന്നെയാണ്. കാരണം അന്ന് അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പെന്തക്കോസ്താ ദിവസം അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു, അതുവഴി അവർ ശക്തി പ്രാപിച്ചു. ആ പെന്തക്കോസ്താ അനുഭവമാണ് അപ്പോസ്തലന്മാരിലൂടെ ആദ്യത്തെ 3 നൂറ്റാണ്ടുകൾ തന്നെ ലോകത്തെമ്പാടും ക്രിസ്തീയ സഭ പടർന്ന് പന്തലിക്കുവാനും ധാരാളം രക്തസാക്ഷികൾ ഉണ്ടാകുവാനും അതിനൊക്കെയുള്ള ധൈര്യവും ശക്തിയും ലഭിച്ചത് അവിടെയാണ്. ഇതിന് മറിയത്തിൻ്റെ പങ്ക് എന്താണ് അതിനകത്തുള്ളത്? അതാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളിൽ മാതാവിനോടൊപ്പമാണ് അവർ പെന്തക്കോസ്തായ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിയിരുന്നത്. ഇത് എന്തുകൊണ്ട് മാതാവ് അവിടെ വരാനിടയായി? മറിയത്തോട് ഇതാ ഗബ്രിയേൽ ദൈവദൂതൻ അന്ന് എപ്രകാരമാണ് ഈശോയ്ക്ക് ജന്മം കൊടുക്കേണ്ടതെന്ന മംഗലവാർത്ത അറിയിച്ചുവോ, ആ ക്ഷണം മുതൽ മറിയം വചനമായി തീർന്ന യേശുവിനെ വഹിക്കാനും യേശുവിനെ പ്രസവിച്ചു കഴിഞ്ഞിട്ട് അവനോട് ഒത്തു നടക്കാനും തയ്യാറായി എന്നതാണ് അതിൻ്റെ രഹസ്യം. അപ്പോൾ അതുകൊണ്ട് ഒരു ക്രിസ്തീയ സഭയിൽ ഉണർവുണ്ടാകണമെങ്കിൽ അന്നത്തെ പെന്തക്കോസ്ത വീണ്ടും തുടരേണ്ടതാണ്. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിലെ പെന്തക്കോസ്താനുഭവം വളരെ ശക്തമായി പേടിത്തൊണ്ടന്മാരായ യേശുവിനെ തള്ളിപ്പറഞ്ഞ, അതിനേക്കാൾ ഉപരിയായി കർത്താവിനെ തള്ളിപ്പറയുക മാത്രമല്ല, അവനെ പിടിക്കാൻ വന്നപ്പോൾ എല്ലാവരും ഓടിക്കളഞ്ഞു. ചെറുപ്പക്കാരനായ യോഹന്നാൻ ഒരുപക്ഷെ തുണിയും പറിച്ചിട്ട് ഓടിയ അവസ്ഥയായിരുന്നു. ആ പരുവത്തിലായിരുന്ന ശിഷ്യന്മാർ ഇതാ ശക്തി പ്രാപിച്ചു. അവർ പത്രോസ് എണീറ്റ് നിന്ന് പ്രസംഗിച്ചു. ആദ്യത്തെ പ്രസംഗം 3000-ഓളം പേരെ സ്നാനപ്പെടുത്തുവാൻ തക്കവിധം ശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഇതാ സാധാരണക്കാരനായ പത്രോസിലെ ഇതാ കാണാനിടയായി. വീണ്ടും നമ്മൾ കാണുന്നത് ഈ പെന്തക്കോസ്ത അവിടെ അവസാനിക്കുകയല്ലായിരുന്നു. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായത്തിൻ്റെ 29 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ നോക്കിയാൽ, പത്രോസും യോഹന്നാനും കാരാഗൃഹത്തിൽ നിന്ന് വന്നപ്പോൾ ഭയവിഹുലരായിരിക്കുന്ന അവർ പറയുകയാണ്, കർത്താവെ, അവരുടെ ഭീഷണികളെ നേരിടുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. അവിടുത്തെ ദാസനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അവിടുത്തെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വചനം പ്രഘോഷിക്കുന്നതിനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനും അവിടുന്ന് ഈ ദാസരുടെ മേൽ ആത്മാവിനെ വർഷിക്കണമേ എന്ന് അവർ പ്രാർത്ഥിച്ച് കഴിഞ്ഞത് ഇതാ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു നിറഞ്ഞു, അവരിയ്ക്കുന്ന സ്ഥലം കുലുങ്ങി എന്നാണ് പറയുന്നത്. ഇതുതന്നെ അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായത്തിൻ്റെ 44-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധാത്മാവിനാൽ വിജാതിയരുടെ മേൽ പോലും പരിശുദ്ധാത്മാവ് വരുന്നത്. അപ്പോൾ പെന്തക്കോസ്ത തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് സഭയിൽ എന്നും ഉണ്ടാകേണ്ടതാണ് എന്ന് പറയാൻ കാരണം, സഭയുടെ ഉണർവിന് ഇത് ആവശ്യമാണെന്ന് പറയാൻ കാരണം, 1950-കളോട് അടുത്ത കാലത്ത് നമ്മൾ സഭയിലുള്ള പല പുസ്തകങ്ങളും വായിച്ചാലും പല മനുഷ്യരുടെ രീതി കണ്ടാലും പരിശുദ്ധാത്മാവ് ഒരു അൺനോൺ ഗോഡായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത് ഒരിക്കലും ഏതോ ഒരു മാർപ്പാപ്പ പറഞ്ഞതാണ്, അന്ന് പരിശുദ്ധാത്മാവിനെ മനുഷ്യന്മാർ ഒരു അൺനോൺ ഗോഡായിട്ടാണ് കണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ ഹൃദാകുശാപനാനെ എഴുന്നള്ളി വരണമേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഇപ്പോഴത്തെ എനിക്ക് പോലും മനസ്സിലാകത്തുള്ളായിരുന്നു. അന്ന് പോലും പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയാണെന്നോ ത്രിത്വൈക ദൈവത്തിലെ 3-ാം ആളാണെന്നോ ഒന്നും അനുഭവിച്ചറിയാൻ സാധാരണ വിശ്വാസിക്ക് അവസരം വളരെ കുറവായിരുന്നു. എന്നാൽ 2-ാം വത്തിക്കാൻ കൗൺസിൽ നടന്നു കഴിഞ്ഞപ്പോഴേ അതിൻ്റെ തുടക്കത്തിലെ തന്നെ ജോൺ 23-ാം മാർപ്പാപ്പ പറഞ്ഞു, ആദ്യ നൂറ്റാണ്ടിലെ പോലെ തന്നെ സഭയ്ക്ക് ഒരു നവ്യമായ പെന്തക്കോസ്ത അനുഭവം ഉണ്ടാകണം എന്ന് എല്ലാ സഭയിലുള്ള എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ പ്രാർത്ഥനയുടെ ഭരണത ഫലമായി വത്തിക്കാൻ കൗൺസിൽ കഴിഞ്ഞപ്പോൾ ഡുക്കൈൻ സർവകലാശാലയിലെ ഇതാ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അവിടുത്തെ പ്രാർത്ഥനാ ഗ്രൂപ്പിന് ലഭിച്ചു. അതിലൂടെ ലോകത്തെമ്പാടും നവീകരണം പടരാൻ തുടങ്ങി. സഭയെ 2-ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെട്ട നവീകരണ മുന്നേറ്റങ്ങളിൽ ഏറ്റവും ശക്തമായി സഭയെ ആകമാനം സ്വാധീനിച്ച ഒരു നവീകരണ മുന്നേറ്റമാണല്ലോ കാത്തലിക് കരിസ്മാറ്റിക് റിന്യൂവൽ. ഇതിൽ പ്രാരംഭം മുതലേ വളരെ ശ്രദ്ധിച്ചിരുന്നൊരു കാര്യമാണ് VHSൻ്റെ അനുഭവത്തിലേക്ക് മനുഷ്യർ വരിക. കഴിഞ്ഞ വത്തിക്കാൻ കൗൺസിലിൽ ജൂബിലി റോമിൽ നടക്കുമ്പോൾ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു, ഇതാ VHSൻ്റെ അനുഭവമുള്ള ഇത്രയും 60,000-ഓളം മനുഷ്യരെ കാണുവാൻ സാധിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു, എനിക്ക് ആനന്ദമുണ്ട് എന്നൊക്കെ അദ്ദേഹം പ്രസംഗത്തിൽ പറയുന്നത് കേൾക്കാൻ ഭാഗ്യം എനിക്കും കിട്ടി. കാരണം VHSന് അതുപോലെ സഭ പ്രാധാന്യം കൊടുക്കുന്നു. എന്താണ് VHS? ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനുള്ള സ്നാനം. ഈശോയ്ക്ക് വഴിയൊരുക്കുവാൻ വന്ന സ്നാപകൻ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ 8 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ട് സ്നാനം നൽകി, എന്നാൽ എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ശക്തൻ, ആ കുനിഞ്ഞ് അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്.
അവനോ പരിശുദ്ധാത്മാവ് കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തും. എന്തിനധികം യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ കർത്താവ് സ്നാനം സ്വീകരിച്ച് ായിട്ട് വരുമ്പോഴേ യോഹന്നാൻ പരിചയപ്പെടുത്തുകയാണ്. 1-ാം അധ്യായം 30 മുതലുള്ള വാക്യങ്ങളിൽ അവിടെ നിന്ന് പറയുകയാണ്, ഞാനിവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകുവാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു, നീ സ്നാനം നൽകുമ്പോൾ ആരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് നിറയുന്നതായി നീ കാണുന്നുവോ അവനോ പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മളെ സ്നാനപ്പെടുത്തും. അപ്പോൾ യേശുവിൻ്റെ വരവ് തന്നെ പരിശുദ്ധാത്മാവിനുള്ള സ്നാനം, മനുഷ്യരിലെ ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് നിറഞ്ഞ് ദൈവമക്കളാക്കുന്ന പദവി ലഭിക്കുക എന്നതായിരുന്നു. എന്തിനധികം യേശുവിൻ്റെ ഉത്ഥാനാനന്തരം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 1-ാം അധ്യായത്തിലെ 5 മുതലുള്ള വാക്യങ്ങളിൽ ഈശോ തന്നെ ശിഷ്യന്മാരോട് പറയുകയാണ്, യോഹന്നാൻ ജലം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനുള്ള സ്നാനം സ്വീകരിക്കും. എന്നിട്ട് 8-ാം വാക്യത്തിൽ പറയുകയാണ്, ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്. എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും പറയുകയാണ്, അതാ നിങ്ങൾ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയായാലും സമരിയായാലും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും നിങ്ങൾ എനിക്ക് സാക്ഷികളാവും. പ്രിയമുള്ളവരെ, ആ പെന്തക്കോസ്താ ദിവസത്തിന് ശേഷം അന്ന് അവർ അത് ചെയ്തുവെങ്കിൽ ഇന്ന് സാധാരണ മനുഷ്യരെ കരിസ്മാറ്റിക് നവീകരണത്തിൽ വന്നു കഴിഞ്ഞ് ഈ അനുഭവത്തിലേക്ക് വന്നപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പോയി സുവിശേഷം എത്തിക്കുവാൻ സാധിച്ചു. എന്താ കാരണം? ഈ BHSൻ്റെ അനുഭവം. അപ്പോൾ ഇന്ന് നവീകരണ ധ്യാനം കൂടിയിട്ടുള്ള മനുഷ്യരും അല്ലാത്തവരുമായ എല്ലാവരും ഒരു BHSൻ്റെ അനുഭവത്തിലേക്ക് വരുവാനുള്ള ആഗ്രഹം നമുക്കൊക്കെ ഉണ്ടാകണം. അതിനവരെ ഒരുക്കേണ്ടതാണ്. എങ്കിലേ സഭയിൽ ഉണർവുണ്ടാകത്തുള്ളൂ. സഭയിൽ ഉണർവുണ്ടാകണമെങ്കിൽ എല്ലാവരും ദൈവാത്മാവിനാൽ നിറയണം. എന്താണ് പരിശുദ്ധാത്മാവിനുള്ള സ്നാനം? പ്രിയമുള്ളവരെ, ഞാൻ ഓർക്കുകയാണ്, ഈ കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് പോലെ തന്നെ ശക്തമായൊരു മുന്നേറ്റമാണ് നിയോ കാറ്റക്കുമിനേറ്റ് കമ്മ്യൂണിറ്റി. അവർ മാമോദീസായെക്കുറിച്ച് പഠിപ്പിക്കുന്നിടത്ത് ഇങ്ങനെയാണ് പറയുന്നത്. മാമോദീസ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിലെ 7 മൂലപാപങ്ങൾ അടിസ്ഥാനപരമായിട്ടുണ്ടാകും. മാമോദീസായിലൂടെ ആ മൂലപാപങ്ങൾ കഴുകപ്പെടുന്നു, അടിസ്ഥാന പാപങ്ങൾ കഴുകപ്പെടുന്നു. ഉത്ഭവപാപം നീങ്ങുകയും അതോടൊപ്പം തന്നെ അടിസ്ഥാന പാപങ്ങൾ കഴുകപ്പെടുന്നു. ആ കഴുകപ്പെടുന്നിടത്ത് പരിശുദ്ധാത്മാവിൻ്റെ ദൈവിക ജീവൻ നമുക്ക് നൽകുന്നു. നമ്മളങ്ങനെയാണല്ലോ മാമോദീസയെക്കുറിച്ച് പറയുന്ന നിർവചനവും അതാണല്ലോ. പരിശുദ്ധാത്മാവ് വന്ന് നമ്മുടെ ആത്മാവിൽ നിറയുന്നു, ആത്മാവിൽ വീണ്ടും ജനിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ആ ഒരു അനുഭവം നമുക്കുണ്ടാകണമെങ്കിൽ പ്രായത്തിനടുത്ത രീതിയിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. മാമോദീസായിലൂടെ ഒരുപക്ഷെ ഒരു ആത്മസ്നാന അനുഭവത്തിലേക്ക് വന്ന വ്യക്തിയാകാം. പക്ഷേ ആ വ്യക്തി കുറച്ച് കഴിയുമ്പോൾ അപ്പോസ്തലന്മാർ പോലും നമ്മൾ കണ്ടില്ലേ, അവർ പെന്തക്കോസ്താ ദിവസം ശക്തമായി പരിശുദ്ധാത്മാവ് നിറഞ്ഞെങ്കിലും അധികം താമസിയാതെ തന്നെ അവരുടെ ശക്തി ചോർന്നുപോയി. അവർ ഭയന്നു, വിറച്ചു. പിന്നെയും ഒരു ആത്മസ്നാന അനുഭവം കൊടുത്തു, അല്ലെങ്കിൽ ആത്മനിറവിൻ്റെ മാമോദീസ ഒരിക്കലേ സ്വീകരിക്കാൻ പറ്റൂ. പക്ഷേ ആത്മനിറവിൻ്റെ അനുഭവം കൂടെ മനുഷ്യർക്ക് വേണം. ഒരു വിശ്വാസിക്ക് മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിനെ ലഭിച്ചെന്ന് വിചാരിച്ച് മരണം വരെ ആ നിലയിൽ തന്നെ അവൻ തുടരണമെന്ന് നിർബന്ധമില്ല. കാരണം അവൻ വളർന്നു വരുമ്പോൾ ലോകവും ജഡവും പിശാചും അവൻ്റെ ജീവിതത്തെ സ്വാധീനിക്കാം. ആ സ്വാധീനം അവനെ വീണ്ടും പഴയ ജീവിതത്തിലേക്കോ ഒരുപക്ഷെ അതിനേക്കാൾ താഴ്ന്ന തലത്തിലേക്കോ പോകാം. അതുകൊണ്ട് അതിനവിടെ അത്യാവശ്യമായൊരു കാര്യമാണ് ആത്മസ്നാനം. അവിടെ സംഭവിക്കുന്നത് അടിസ്ഥാന പാപങ്ങൾ കഴുകുക. എന്താണ് ഈ അടിസ്ഥാന പാപങ്ങൾ? അടിസ്ഥാന പാപങ്ങൾ എന്ന് പറയുന്നത് 1 അഹങ്കാരം, അസൂയ, കോപം, അലസത, ഭോഗാസക്തി, ഭോജനാസക്തി, ദ്രവ്യാസക്തി, ഇങ്ങനെയുള്ള അടിസ്ഥാന പാപങ്ങൾ കഴുകുന്നു. ഉത്ഭവഭാവം നീങ്ങി കിട്ടിക്കഴിഞ്ഞു. പിന്നെ ഈ അടിസ്ഥാന പാപങ്ങൾ എപ്പോഴും നമുക്ക് തലപൊക്കാം. അതുകൊണ്ടല്ലേ പല വിശുദ്ധന്മാരും പോലും മരണത്തോടടുത്തപ്പോൾ പോലും ഞാൻ പാപികളിൽ ഒന്നാമനാണെന്ന് പറയാൻ കാരണം ഈ ഫണ്ടമെൻ്റൽ സിൻസ് അവനിൽ വളർന്നു വരാനുള്ള സാധ്യതയുണ്ട്. അവിടെ പരിശുദ്ധാത്മാവിന് മാത്രമേ അവിടെ കടന്നു വന്ന് മോചനം തരാനൊക്കത്തുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ, അതിന് പറയുന്നത് ദൈവിക ജീവൻ എന്നാണ്. അതുമല്ലെങ്കിൽ പേഴ്സണൽ ഗിഫ്റ്റ്, വ്യക്തിക്കുള്ള വരവെന്നാണ്. അതുമല്ലെങ്കിൽ മിശിഹായ് ഗിഫ്റ്റ് എന്നും കൂടെ പറയും. കാരണം മിശിഹായിൽ വിളങ്ങിയിരുന്ന ഇതാണ്. യേശുവിൻ്റെ വരവിന് 720 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവചിച്ചു, ഇതാ ജസയുടെ കുറ്റിയിൽ നിന്നൊരു മുള കിളുക്കും. അവിടെ ജ്ഞാനത്തിൻ്റെ ആത്മാവ്, വിവേകത്തിൻ്റെ ആത്മാവ്, അറിവിൻ്റെ ആത്മാവ്, ദൈവഭക്തിയുടെ ആത്മാവ് എന്നൊക്കെ പറഞ്ഞ് അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും എന്നൊക്കെ പറഞ്ഞ് 7 ദാനങ്ങൾ അവിടെ 6 പറയുന്നു. ഒന്ന് നമ്മൾ ദൈവഭയം കൂടെ ചേർത്ത് 7 ദാനങ്ങൾ. ഈ ദാനങ്ങളാണ് ഒരു വിശ്വാസിയെ അവൻ ദൈവിക ജീവനിൽ വ്യക്തിപരമായി വളർത്തുന്നത്. അതുകൊണ്ടാണ് പേഴ്സണൽ ഗിഫ്റ്റ്. അപ്പോൾ ഇതിന് ജ്ഞാനം ആവശ്യമാണ്. ജ്ഞാനം ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈവിക രഹസ്യങ്ങൾ അറിഞ്ഞ് ദൈവജനത്തിൻ്റെ ഇടയിൽ പ്രവർത്തിക്കാൻ സാധിക്കൂ. വിവേകത്തിൻ്റെ വരം കിട്ടണം. അപ്പോൾ ഈ വരങ്ങളൊക്കെയാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ,
ദാനങ്ങൾ ദൈവിക ജീവനിൽ ഒരു വ്യക്തിയെ വളർത്തുന്നു. അത് അവൻ്റെ മാനസാന്തരത്തിൻ്റെ തോതനുസരിച്ച് അതിന് നിലനിൽപ്പുണ്ട്. മാനസാന്തരത്തിൽ നിന്നും പോയി വീണ്ടും അവൻ ലോകത്തിലേക്ക് തിരിഞ്ഞു പോവുകയോ ചെയ്താൽ തീർച്ചയായിട്ടും ഈ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, ജീവൻ കുറയാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ശക്തി അവന് കൊടുക്കുന്നു. അതാണ് വരങ്ങൾ. മാമോദിസത്തൊട്ടിക്ക് 8 സ്റ്റെപ്പുകളുണ്ടെങ്കിൽ ആ 8 സ്റ്റെപ്പുകളെന്ന് പറയുന്നത് മൂലഭാവങ്ങളുടെ സ്റ്റെപ്പാണ്. അവിടെ നിന്ന് 8 സ്റ്റെപ്പുകൾ കയറുന്നു പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ. മുകളിലെത്തുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി ധരിക്കുന്നു അവൻ. ആ ശക്തി എന്ന് പറയുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ. ഈ വരങ്ങൾ ലഭിച്ചു കഴിയുമ്പോഴാണ് രോഗശാന്തി വരം, ദർശനവരം, ഭാഷാവരം, ഇങ്ങനെ പല വിധത്തിലുള്ള വരങ്ങൾ. ഇത് ദൈവത്തിൻ്റെ ശക്തി ധരിക്കുകയാണ് അവൻ. മാത്രമല്ല ആ ശക്തി ധരിച്ച മനുഷ്യൻ ദൈവിക സ്വഭാവത്തിൽ പങ്കുകാരാക്കുന്നു. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22 പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം. ഈ ഫലങ്ങൾ നമുക്കുണ്ടാകും. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ BHSൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? BHSൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായി കഴിയുമ്പോൾ നമ്മളെ ഈ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ മക്കളുടെ പദവി എന്തെന്ന് തൻ്റെ ജ്ഞാനത്താൽ വെളിപ്പെടുത്തി തരുന്നു, വെളിപാട് ലഭിക്കുന്നു. അവിടെ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അവനെ സ്വീകരിച്ചവർക്ക്, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അവൻ കഴിവ് നൽകി എന്ന് പറയുന്നത് അവനെ സ്വീകരിച്ച് BHS. ഇപ്പം ചിലപ്പോൾ ചിലയിടത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഉച്ചത്തിൽ കൊണ്ട് പരിശുദ്ധാത്മാവേ വരണമേ വരണമേ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. പരിശുദ്ധാത്മാവിനെ വിളിച്ച് അപേക്ഷിക്കുന്ന അപ്പോസ്തലന്മാർ പെന്തക്കോസ്താ ദിവസം പ്രാർത്ഥിച്ചു എങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് പിന്നിലൊരു കാര്യമുണ്ട്. അവർ യേശുവിൻ്റെ പരസ്യജീവിതം കണ്ടവരാണ്, യേശുവിൻ്റെ ജനനം കണ്ടവരാണ്, പരസ്യജീവിതം കണ്ടവരാണ്, യേശുവിൻ്റെ കുരിശുമരണം കണ്ടവരാണ്, യേശുവിൻ്റെ ഉത്ഥാനം കണ്ടവരാണ്, സ്വർഗാരോഹണം കണ്ടവരാണ്. ആ പശ്ചാത്തലത്തിലാണ് അവർ പ്രാർത്ഥിച്ചത്. ഒരു വ്യക്തി ആത്മസ്നാനം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ യേശുക്രിസ്തുവിനെ സ്വന്തം ജീവിതത്തിൽ രക്ഷിതാവുന്ന നാഥനുമായി സ്വീകരിക്കുവാൻ അയാൾ തയ്യാറാകണം. അപ്പോൾ അത് വേണമെങ്കിൽ ഒന്ന് യേശുവിനെ മനുഷ്യനായി അംഗീകരിക്കണം, അവൻ്റെ മനുഷ്യത്വം അംഗീകരിക്കണം, അവൻ്റെ കുരിശുമരണം അംഗീകരിക്കണം, അതിനേക്കാളുപരി അവൻ്റെ ഉത്ഥാനത്തെയും സ്വർഗാരോഹണത്തെ അംഗീകരിക്കണം. ഞാൻ പറയും, നമ്മുടെ അൽബിജേനിയൻ ഭാഷണ്ഡത, നമ്മൾ ജപമാല ആരംഭിക്കാനുള്ള കാരണം അൽബിജേനിയൻ ഭാഷണ്ഡത സഭയിൽ ആകമാനം ആഞ്ഞടിച്ചപ്പോഴാണ്. അപ്പോൾ ആ സമയത്താണ് വിശുദ്ധ ഡൊമിനിക്കിനെ അദ്ദേഹം പോയി ഒരു ഗുഹയിലിരുന്ന് ഈ ഭാഷണ്ഡതയ്ക്കെതിരെ, ഭാഷണ്ഡയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു യേശു ശരീരം ധരിച്ച് വന്നിട്ടില്ല, അവനൊരു മാലാഖയാണെന്ന്. അങ്ങനെ പറഞ്ഞ് ഭാഷണ്ഡതക്കാർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ മനുഷ്യാവതാരത്തെ അവർ നിഷേധിച്ചു, യേശുവിൻ്റെ പീഡാസകനത്തെ നിഷേധിച്ചു, യേശുവിൻ്റെ ഉത്ഥാനത്തെ നിഷേധിച്ചു. മാത്രമല്ല അവർ സഭയെ പീഡിപ്പിക്കാൻ തുടങ്ങി. ആയുധങ്ങൾ ഉപയോഗിച്ച് വളരെയധികം ക്രിസ്ത്യാനികളുടെ നേരെ പീഡനം അഴിച്ചുവിട്ടു അവർ. ആ സമയത്താണ് വിശുദ്ധ ഡൊമിനിക്ക് ഗുഹയിൽ കയറുന്നത് പ്രാർത്ഥിച്ചത്. മാതാവ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ ജപമാല ആരംഭിക്കുക ഇതിനെതിരായിട്ട്. ആ ഭാഷണ്ഡതയ്ക്കെതിരായിട്ട് അദ്ദേഹം ജപമാലയുടെ മുഴുവൻ രൂപമൊന്നും കിട്ടിയില്ല, ആദ്യ ഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ആ പ്രാർത്ഥന വഴി ഇത്രയും പാപത്തിൻ്റെ അടിമത്തത്തിൽ കിടന്ന് സഭയുടെ ശത്രുക്കളായി മാറിയവർ കീഴടങ്ങി. അവർ മാനസാന്തരത്തിലേക്ക് വന്നു. ചിലരൊക്കെ സഭയിലേക്ക് ചേർന്നു, ചിലർ ആ ഭാഷണ്ഡതയ്ക്ക് തന്നെ അന്ത്യം വരുത്തി. പ്രിയമുള്ളവരെ, തക്ക സമയങ്ങളിലൊക്കെ മാതാവ് ഇടപെടും. ഈ ആത്മസ്നാനത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടാകേണ്ട ഈ ഈ പറഞ്ഞ ഭാഷണ്ഡതകളുടെ മേൽ മാതാവ് കടന്നു വരാൻ കാരണം സെഹ്യൂൻ ഊട്ടുശാലയിലെ പേടിത്തൊണ്ടന്മാരെ പിടിച്ചിരുത്തിയ അമ്മ ഇന്നും സഭയിലെപ്പോഴും എവിടെ പ്രതിസന്ധികളുണ്ടായാലും ഇടപെടുന്നൊരമ്മയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ആത്മസ്നാനത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായി നമുക്ക് മാറാം. എന്താണ് ഈ ആത്മസ്നാനത്തിൻ്റെ ഫലമായിട്ട് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവർ തങ്ങൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞു. ആ അറിവിനെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് നമുക്കൊക്കെ അറിയാവുന്ന ഒരു വാക്യമാണ് റോമർ 8:28. തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കും നമ്മൾ പറയാറുണ്ട്. 29-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തിന് അനുരൂപരാക്കുവാൻ അവൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. ഇത് തൻ്റെ പുത്രൻ അനേക ജാതരിൽ ആദ്യ ജാതനാകേണ്ടതിനാണ്. ഈശോയെ ജ്യേഷ്ഠ സഹോദരനായി കാണുവാൻ BHS ഒരു മനുഷ്യനെ പ്രാപ്തനാക്കുന്നു. മാത്രമല്ല റോമർ 8:15 നമ്മൾ കാണുന്നുണ്ട്, നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്വത്തിൻ്റെ ആത്മാവിനെയല്ല, പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ഈ ആത്മാവ് മുഖേനയാണ് നിങ്ങൾ ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. വക്രത നിറഞ്ഞതും വഴിപിഴച്ചതുമായ തലമുറകളുടെ ഇടയിലെ ഒരു കുറ്റമറ്റ ദൈവ പൈതലാണെന്ന് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ മറ്റുള്ളവരെയും ദൈവമക്കളാക്കുവാനുള്ള ഒരു സുവിശേഷ പ്രഘോഷണ ചൈതന്യം അവനുണ്ടാകും. അവിടെ അവന് മാനുഷികമായ ഭയങ്ങളോ മറ്റു പ്രതിസന്ധികളോ പ്രതിബന്ധങ്ങളോ
സംസ്കാരമോ കീടോ ഭരണകർത്താക്കളോ ആരും തടസ്സമാകുന്നില്ല. കാരണം ലോകത്തിലെല്ലാവരും ദൈവത്തിൻ്റെ മക്കളായി തീരേണ്ടവരാണ്. അവർ യേശുവിനെ സ്വീകരിക്കാത്തത് കൊണ്ട് അവർ സ്വീകരിച്ചേ പറ്റൂ എന്നൊരു ഉറപ്പ്, എന്നൊരു ത്വര ഉള്ളിലുണ്ടാകുന്നുണ്ട്. ഇവിടെയാണ് സഭയുടെ ഉണർവുണ്ടാകുന്നത്. അതിലൂടെ ധാരാളം പേര് വചനപ്രഘോഷകരായും ക്രിസ്തുവിന് സാക്ഷികളായും മാറും. മാത്രമല്ല പ്രിയമുള്ളവരെ, വെറും മക്കളല്ല നമ്മളെ ദൈവത്തിൻ്റെ ദത്തുപുത്രരാക്കി മാറ്റിയാണ്. എഫേസസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: അവനെ തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ വേണ്ടി ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ യേശു ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നാം. എന്നിട്ട് 5-ാം വാക്യം പറയാണ്: യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ ദത്തുപുത്രരായി അവിടുത്തെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിനെ. അപ്പോൾ നമ്മൾ ദത്തുപുത്രരായി മാറി. വീണ്ടും പറയുന്നുണ്ട് ഗലാത്യർ 4-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ, അവിടെയും പറയുന്നത് അത് തന്നെയാണ്. അങ്ങനെ നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന്. എന്താണ് ഈ പുത്രരും ദത്തുപുത്രരും തമ്മിലുള്ള വ്യത്യാസം? പ്രിയമുള്ളവരെ, പുത്രന്മാർക്ക് പിതാവിൻ്റെ അവകാശം ലഭിക്കുന്നത് എപ്പോഴും ആ പ്രായപൂർത്തിയായി കഴിഞ്ഞായിരിക്കും. ഒരുപക്ഷെ അവൻ അപ്പൻ്റെ ഇംഗിതത്തിനനുസരിച്ചോ കുടുംബത്തിൻ്റെ പാരമ്പര്യത്തിനനുസരിച്ചോ ജീവിക്കാതെ തോന്നിവാസം ജീവിക്കുന്നവനാണെങ്കിൽ അപ്പൻ എഴുതി വയ്ക്കും, കാലശേഷം അവൻ എൻ്റെ അവകാശത്തിൽ പങ്കാളിയാകാമെന്ന്. എന്നാൽ ദത്തുപുത്രൻ അങ്ങനെയല്ലല്ലോ. എപ്പോൾ ദത്തെടുക്കുന്നുവോ അപ്പോൾ മുതൽ പുത്രരാണ്. അപ്പോൾ സഭയിൽ ഉണർവുണ്ടാക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി തീർന്ന ദൈവമക്കളാണ് താനെന്നുള്ളൊരു അവബോധം ഉണ്ടാകുമ്പോഴാണ്. ഇവിടെ ഇതാരംഭിക്കുമ്പോൾ സഭയ്ക്ക് ഉണർവുണ്ടാകും. ഇനി മറ്റൊന്ന്, സഭയിൽ ഉണർവുണ്ടാക്കാൻ ഇക്കൂട്ടർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ സാധിക്കൂ. അതുകൊണ്ട് നമുക്ക് ദൈവമക്കളുടെ പദവിയിലേക്ക് ഉയരാം. ഇനി യേശുവിനെ കർത്താവാണെന്ന് മറ്റുള്ളവരോട് പറയണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിനെ കൂടാതെ പറ്റില്ല. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 12:3 പറയുന്നുണ്ടല്ലോ, യേശു പരിശുദ്ധാത്മാവ് വഴി സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനാണെന്ന് പറയുകയില്ല. എന്നാൽ യേശു കർത്താവാണെന്ന് പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ ആർക്കും പറയുക സാധ്യമല്ല. അപ്പോൾ ദൈവത്തെ പിതാവായി സ്വീകരിക്കുവാൻ, യേശുവിനെ കർത്താവായി സ്വീകരിക്കുവാൻ ഈ പരിശുദ്ധാത്മാവിന് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, മാമോദീസ നമ്മളെ ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാക്കി മാറ്റി. ഈ അവയവം അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 12:1 പറയുന്നുണ്ട്, നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകുവാൻ സ്നാനമേറ്റു. പ്രിയമുള്ളവരെ, ലോകത്തിലുള്ള എല്ലാവരും ഈ ശരീരത്തിലേക്ക് ചേർക്കപ്പെട്ട അവയവങ്ങളാണെന്നുള്ള ബോധ്യം കർത്താവ് നമുക്ക് നൽകട്ടെ. അതുവഴി നമുക്ക് ലോകത്തെ മുഴുവൻ നവീകരണത്തിൻ്റെ ഉണർവിലേക്ക് കൊണ്ടുവരാം. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ഈശോയെ, ഒരു നവ്യമായൊരു ബന്ധക്കോസ്ത അനുഭവം ഞങ്ങൾ ഓരോരുത്തരും മാമോദീസ സ്വീകരിച്ചവരുണ്ടാകാം, സ്വീകരിക്കാത്തവരുണ്ടാകാം. കർത്താവെ, ഓരോ മക്കളും അങ്ങയുടെ പരസ്യജീവിതത്തോടും അങ്ങയുടെ കുരിശുമരണത്തോടും അങ്ങയുടെ ഉത്ഥാനത്തോടും വിശ്വാസത്താൽ ഐക്യപ്പെടുന്നത് വഴി അങ്ങ് ജീവദാതാവായ ആത്മാവായി ഞങ്ങളുടെ ഉള്ളിൽ വരുമല്ലോ. ആ ആത്മാവിൻ്റെ നിറവ് എല്ലാവർക്കും ലഭിക്കാൻ ഇടയാക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.